എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുഴുങ്ങിയ മുട്ട കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് വേണ്ട ഉള്ളിയും പച്ചമുളകും 3 മുട്ടയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇച്ചിരി ഉപ്പിടാം ആവശ്യത്തിന്. ഉപ്പിട്ട് ഇത് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ഈ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കാമേ. അപ്പോൾ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. 2 സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കടലമാവും 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ 3/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കണ്ടേ. പിന്നെ ഒരു 2-3 തുള്ളി വെള്ളം കൂടെ ഒഴിച്ചു. ഇച്ചിരി ഒരു നനവ് കുറവെന്ന് തോന്നി. ഇനി നമുക്ക് മുട്ട പുഴുങ്ങി വെച്ചത് ഓരോന്നെടുത്ത് മുറിച്ച് കയ്യിൽ ശകലം വെള്ളമയം തൊട്ടിട്ട് ഇതുപോലെ മാവ് ശാലിച്ചെടുത്ത് ഇതിനകത്തോട്ട് ആ മുട്ട വെച്ച് കവർ ചെയ്യാം. ഇതുപോലെ കവർ ചെയ്യണേ എല്ലാമേ. ഇവിടെ ഇപ്പോൾ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ എണ്ണ ചൂടായി കിടക്കുവാണേ. അതിനകത്തോട്ട് ഓരോന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാം ഇതുപോലെ പൊരിച്ച് നമുക്ക് ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കാമേ. ഇടുന്ന ഉടനെ ഒരു 30 സെക്കൻഡ് നേരം തവിയിടരുത്. മസാല ഇളകി വരും. നമുക്ക് മുരിഞ്ഞത് കോരിയെടുക്കാം. ടൊമാറ്റോ സോസോ കച്ചപ്പോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയോ എന്തിൻ്റെയും കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. 4 മണിക്ക് ചായക്കൊരു കടി. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.